ആരാ മഹിയെ കരയിച്ചത്? അനന്തേട്ടാ, എന്തുപറ്റി? ആരെങ്കിലും മഹിയെ വഴക്ക് പറഞ്ഞോ? മനസ്സിൽ തട്ടുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചോ? പിന്നെന്താ പറ്റിയത്? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ രണ്ടാളും എന്നെ കുറ്റപ്പെടുത്തരുത്. പലതവണ ലേഖയോട് എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം പറയണമെന്ന് കരുതിയതാ. പിന്നെ ഏതോ ഒരു ശക്തി അതിൽ തന്നെ പിന്നോട്ട് വലിച്ചു. മഹിയുടെ മനസ്സിലൊരു വിങ്ങലുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാ. എന്തോ ഒരു ഭാരം കിടപ്പുണ്ടെന്ന് കണ്ണനും പറഞ്ഞതാ. മഹി ഇപ്പൊ ആരെ കണ്ടിട്ടാ വരുന്നേ? മാർക്കോയെ. ഇപ്പൊ മഹിയുടെ സങ്കടത്തിന് കാരണം മാർക്കോയാണോ? ഒരിക്കലും അല്ല. മാർക്കോ എന്നെ നല്ല സ്നേഹിക്കുന്നവരെ ആരെയും സങ്കടപ്പെടുത്താറില്ലല്ലോ. പിന്നെന്താ പറ്റിയത്? മാർക്കോയെ കണ്ടപ്പോ മാർക്കോ എന്നോട് പറഞ്ഞത് ലേഖയോടെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂടെയെന്ന്. അത് കേട്ടപ്പോ ഇനി പറയാതെ ഉള്ളി വെച്ചോണ്ട് നടക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. വേറൊന്നുമല്ല നന്ദേട്ടാ, അച്ഛനുമായിട്ട് കണ്ണേട്ടൻ ബൈക്കിൽ പോകുമ്പോഴാ അവരുടെ ബൈക്കിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറിയത്. നല്ല മഴയുള്ള രാത്രിയിലായിരുന്നു അത്. ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച് ലോറി പാഞ്ഞു പോവായിരുന്നു. കണ്ണൻ പറഞ്ഞത് കേട്ടല്ലാതെ മഹിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അന്ന് കണ്ണേട്ടന്റെ അച്ഛന്റെ ബൈക്കിലേക്ക് പാഞ്ഞു കയറിയത് എന്റെ രണ്ടാനച്ഛന്റെ ലോറിയാ. മഹി എന്തൊക്കെയാ ഈ പറയുന്ന? മനസ്സിന്റെ സമനില തെറ്റിയപ്പോ അതേപ്പറ്റി തന്നെ കണ്ണേട്ടനോട് പറയണമെന്ന് കരുണയുടെ അച്ഛൻ വാശി പിടിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അങ്ങേരുടെ ദേഹത്ത് കണ്ണേട്ടന്റെ അച്ഛന്റെ ബാധ കൂടി. അതോടെ ഇത്രയും കാലം ഞങ്ങളെല്ലാം മറച്ചു വെച്ചത് കണ്ണേട്ടനോട് പറയണമെന്ന് പറഞ്ഞ് എന്റെ രണ്ടാനച്ഛൻ വാശി പിടിക്കുക. മഹി പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയതെങ്കിൽ അതേപ്പറ്റി നിങ്ങളോടൊക്കെ പറയോ? ഇപ്പൊ അയാളുടെ സമനില തെറ്റിയിട്ടാ എല്ലാം വിളിച്ച് പറയുന്നേ. പക്ഷെ ഈ സംഭവം നേരത്തെ അറിഞ്ഞു എന്നല്ലേ മഹി പറഞ്ഞത്? ഞാനിത് ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോ തന്നെ അറിഞ്ഞതാ. എങ്ങനെ? അന്ന് എനിക്ക് 5 വയസ്സ് തികയാറായിട്ടില്ല. ആ മഴയുള്ള രാത്രിയിൽ എന്റെ രണ്ടാനച്ഛൻ ഡ്രൈവ് ചെയ്ത ആ ലോറിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആ അപകടത്തിന് ഞാനും സാക്ഷിയാ. അങ്ങനെ സാക്ഷിയായതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ണേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കണ്ണേട്ടന്റെ എല്ലാ ന്യൂനതകളും മറന്ന് ആ ബന്ധം തന്നെ മതിയെന്ന് ഞാൻ വാശി പിടിച്ചത്. അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ ഈ വിവാഹത്തെ എതിർത്തത്. പിന്നീട് അമ്മ അറിഞ്ഞു. അതിനുശേഷം എന്റെ രണ്ടാനച്ഛന്റെയും അയാളുടെ അമ്മയുടെയും ക്രൂരത കൂടി വന്നപ്പോ എനിക്കത് അയാളോട് പറയേണ്ടി വന്നു. അന്നത്തെ അപകടത്തിൽ മരണപ്പെട്ടത് കണ്ണേട്ടന്റെ അച്ഛനാണെന്ന്. അന്നത്തെ അപകടത്തിലാണ് കണ്ണേട്ടൻ വീൽ ചെയറിലായതെന്ന്. ഇതൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നോ? വിവാഹശേഷവും അയാൾക്ക് അറിയില്ലായിരുന്നു. 10-20 വർഷം മുമ്പ് മരിച്ചത് കണ്ണേട്ടന്റെ അച്ഛനായിരുന്നെന്ന്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ കണ്ണേട്ടനാണെന്നൊക്കെ. ഇത് വല്ലാത്തൊരു കഥയാണല്ലോ മഹി. അന്ന് വൃശ്ചികത്തിലെ തൃക്കാർത്തികയായിരുന്നു. അന്ന് കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ അയ്യപ്പ വിഗ്രഹം ഇപ്പോഴും ഞാനൊരു നിധി പോലെ കൊണ്ടു നടക്കുന്നത്. കണ്ണേട്ടന്റെ വീട്ടിലെ പൂജാമുറിയിലിരിക്കുന്നത്
ആ അയ്യപ്പ വിഗ്രഹം. എന്നാൽ അതൊന്നും കണ്ണേട്ടന് അറിയില്ല എന്ന് മാത്രം. മഹി, ഇത്രയും നാളായിട്ടും ഇതൊന്നും ഞങ്ങളോട് പറയാത്തത് വലിയ തെറ്റായിപ്പോയി. കണ്ണനോട് പറയാതിരുന്നത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി.